നിങ്ങളൊരു ഡോക്ടർ കൺസൾട്ടേഷന് പോകുമായിരിക്കും. അത് ചിലപ്പോൾ PCOD ആയിക്കോട്ടെ, ഡയബറ്റീസ് ആയിക്കോട്ടെ, മേ ബി യു ആർ ട്രൈങ് ടു കൺസീവ് ബേബി നാച്ചുറലി ഓർ എനി അതർ കോംപ്ലിക്കേഷൻസ്. ഡോക്ടർ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് കൂടെ പറയണത് യു ഹാവ് ടു വർക്ക് ഓൺ യുവർ വെയിറ്റ് ഓൾസോ. സോ ഇങ്ങനെ ഡോക്ടർ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിറ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രാ ഫാറ്റ് നമ്മുടെ ബോഡിയിലുള്ളത് ഇസ് വൺ ഓഫ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ദിസ് കോംപ്ലിക്കേഷൻസ്. ഈ എക്സ്ട്രാ വെയിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്കൊരു സ്കെയിൽ എടുക്കാം. അതിനെ നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് സ്കെയിൽ ഓർ BMI സ്കെയിൽ എന്ന് പറയും. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഹൈറ്റിന് എത്രയാ വെയിറ്റ് വേണ്ടതെന്ന് ഇത് മെഷർ ചെയ്തിട്ട് നമുക്ക് പറയണതായിരിക്കും. BMI ലെസ് ദാൻ 23 എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി വെയിറ്റിലാണ്. BMI ബിറ്റ്വീൻ 23 to 24.9 എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓവർ വെയ്റ്റ് കാറ്റഗറിയിലാണ്. BMI ബിറ്റ്വീൻ 25 to 29.9 എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒബേസ് ഗ്രേഡ് 1 എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്. അതേപോലെ BMI ബിറ്റ്വീൻ 30 to 34.9 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബേസ് ഗ്രേഡ് 2 കാറ്റഗറിയിലാണ്. BMI എബോവ് 35 എന്ന് പറയുന്നത് ഒബേസ് ഗ്രേഡ് 3 കാറ്റഗറിയിലാണ്. ഈ LD സ്കെയിൽ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സ്ട്രാ വെയിറ്റ് ഓർ എക്സസ് സ്റ്റോറേജ് ഓഫ് ഫാറ്റ് കാണിച്ചു വരുന്നത്. ഈ സമയത്ത് നമ്മുടെ ബോഡിയിൽ ചാൻസസ് ഓഫ് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഒരു നല്ല എക്സസൈസ് റൂട്ടീൻ, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ചെയ്യുമ്പോഴത്തേനും ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് തടയാൻ പറ്റും.